എന്തു ആടാവേ കോൺഗ്രസ് ചെയ്ത് മുരളിക്കാളയെ വീണ്ടും ഇറക്കുവാണോ? കെ മുരളീധരനെ വീണ്ടും ഇറക്കുകയാണോ? ആദ്യം ഒരു കാര്യം പറയാം, നിങ്ങളൊന്നും കളം പിടിക്കാറായിട്ടില്ല. ഇവിടെ ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം, എന്നിട്ട് പാലക്കാട് കെ മുരളീധരനെ ഇറക്കണം. ഇന്ന് മൂവാറ്റുപുഴയിൽ നടന്ന ചർച്ചയാത്രേ ഒരു ചാനൽ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. സത്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ തോൽക്കാൻ തന്നെ തീരുമാനം അല്ലേ? തോൽക്കണം. കോൺഗ്രസ് ഈ പ്രാവശ്യം തോറ്റ്. ആദ്യം പ്രഖ്യാപിച്ചതാരാ? വി ഡി സതീശനാണ് പ്രഖ്യാപിച്ചത്. മൂന്നാം തവണയും പിണറായി. അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തപ്പോൾ പ്രഖ്യാപിക്കുക, മൂന്നാം തവണയും പിണറായി. നാണമില്ലേ മാഷേ? ശശി CPM നിന്ന് രാജിവെച്ച് ശശി കോൺഗ്രസ്സിലേക്കെന്ന് സൂചന കേൾക്കുന്നു. ഏത് ഈ അളവ് നോലൊക്കെ നോക്കി രക്ഷപ്പെടുത്തി തീവ്രതയൊക്കെ അളന്ന് രക്ഷപ്പെടുത്തിയ ആളാ. രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശമില്ല മടങ്ങി വരാൻ. ഒരു തെറ്റും ചെയ്യാത്ത പയ്യനെ ക്രൂശിച്ച് ഒരു കൊച്ചിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് അവൻ്റെ പേരിൽ ആരോപണങ്ങളും ദുഷ്ടലാക്കോടുള്ള ആക്രമണങ്ങളും ഇന്ന് കണ്ടില്ലേ? ഷഹനാസ് ദീദി ഇന്ന് കോടതിക്ക് മുമ്പ് കീഴടങ്ങിയിരിക്കുക. മറ്റൊരു എഴുത്തുകാരൻ കൊടുത്ത മാനനഷ്ട കേസിൻ്റെ അറസ്റ്റ് വാറണ്ട് 1 വർഷം വൈകിപ്പിച്ചു. പോലീസിന് വാണിംഗ് കൊടുത്തു, ശാസിച്ചു. അതിനുശേഷം ഇന്ന് ഷഹനാസ് കീഴടങ്ങിയിരിക്കുകയാണ്. ഈ ഷഹനാസൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഓർക്കണം. കോൺഗ്രസിൻ്റെ അകത്തെ ഒരു തലമുതിർന്ന നേതാവ് തുടങ്ങി വെച്ച ഈ ചതിക്കുഴി, ആ നേതാവിനെ തിരഞ്ഞു പിടിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തോപ്പിച്ചിരിക്കും. അവനെത്ര വലിയവനാണെങ്കിലും അവനെ കൂട്ടുപിടിച്ച് നിൽക്കുന്ന സർവ്വെണ്ണം തോക്കും, യാതൊരു സംശയം വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തെ മര്യാദയ്ക്ക് മടക്കി വിളിക്കുക, പാലക്കാട് അവന് സീറ്റ് ഉറപ്പിക്കുക. ആവശ്യമില്ലാത്ത വൃത്തികെട്ട കളിക്ക് പോയാൽ കോൺഗ്രസ് ഇവിടെ വട്ടപൂജ്യമാവും. കോൺഗ്രസ് പാർട്ടി ഉണ്ടാവില്ല, പിന്നെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാവില്ല, യാതൊരു സംശയം വേണ്ട. അതെയോ BJP ആയിട്ട് അന്തർധാര നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ ആര് കേൾക്കാനാടേ? ഇവിടെ പിണറായിയോടുള്ള അല്പവിരോധമുണ്ട് ജനങ്ങൾക്ക്. കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. നരക